ഗ്രീൻ തമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എന്ന് വെച്ചാൽ എൻ്റെ ജാനുവരി ഒരു പകുതിയോടെയാണ് ഞാൻ അഗ്ലോണിമയുടെ ഒരു സെയിൽ വീഡിയോ ഇട്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനത് ഇത്രയും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും ഇട്ടതല്ല, വെറുതെ കുറേ തൈകൾ കിട്ടിയപ്പോൾ ഒരു സെയിൽ വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് അങ്ങനെ സെയിൽ വീഡിയോ ഒന്നും ഇട്ടുള്ള പരിചയങ്ങളും ഒരുപാടൊന്നുമില്ല. എന്നാലും ഞാൻ സെയിൽ വീഡിയോ ഇട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചോദിച്ചവരുടെ പകുതി പോലും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് സന്തോഷമുണ്ട്, ഇത്രയും സപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഇനിയും ഞാനിതുപോലെ എനിക്ക് തൈകളാവുമ്പോൾ ഞാൻ എല്ലാ ചെറിയ വിലയിൽ ഞാൻ സെയിൽ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അഗ്ലോണിമ ചെടികൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നും കൂടെ വിചാരിച്ചു. ഞാൻ വാങ്ങി വളർത്തുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് കണ്ടോ, ഇതിനകത്ത് നിൽക്കുന്ന ഈ ചെറിയ പ്ലാന്റ്സ് കണ്ടോ, ഇത് ടമാര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമ്മുടെ ഇവിടെ വലിയ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരാളുടെ ഒക്കെ ഒന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പ്ലാന്റാണ് ഞാൻ സാധാരണ വാങ്ങുന്നത്. അത് വാങ്ങിയിട്ടാണ് ഞാൻ അതിനെ വലുതാക്കിയെടുത്ത് ഇതുപോലത്തെയൊക്കെ പ്ലാന്റ്സ് ആക്കി ഇങ്ങനെ ചെറിയത് അതിൻ്റെയൊക്കെ കുറച്ച് നാളാകുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്ലാന്റ്സാണിത്. ഇതൊക്കെ അതിൻ്റെയും കുറച്ചും കൂടെ വലുപ്പത്തിൽ കിട്ടുന്നതാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അതിൻ്റെയൊക്കെ കുറച്ചും കൂടെ വലുതായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് പിന്നെ അതങ്ങ് വലുതായി അതിൻ്റെ അടുത്ത ഷൂട്ടൊക്കെ വരുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പ്ലാന്റ്സ് തരുന്നത്. പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങി എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ എൻ്റെ ഈ ചെടികളെ നോക്കുന്ന എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ എൻ്റെ ചെടികളെ നോക്കുന്നത്. എൻ്റെ മക്കളെ നോക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഈ ചെടികളെ നോക്കുന്നത്. അപ്പോൾ നിങ്ങളും കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ അവരെ നോക്കണം കേട്ടോ. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചെടികൾ അതുപോലെ കെയർ ചെയ്ത് വളർത്തുക. അതിന് ഓരോന്നിനും ഓരോ തരത്തിലാണ് കെയർ ചെയ്യേണ്ടത്. അതുപോലെ അഗ്ലോണിമ കെയർ ചെയ്യുന്ന വിധത്തിലല്ല ചിലപ്പോൾ റോസ് പ്ലാന്റ്സിനെയൊക്കെ കെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കി വളർത്തുക. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് ഒന്നും നഷ്ടപ്പെട്ടു പോവില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും അല്ലാത്തവർക്കും. എന്തായാലും ഇതുവരെ എനിക്ക് നെഗറ്റീവ് കമൻസും ഒന്നും വന്നിട്ടില്ല. വാങ്ങിച്ചവരും എല്ലാവരും എന്നോട് നല്ല അഭിപ്രായമാണ് ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.